الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ വിശുദ്ധ റമദാൻ നമ്മളോട് വിട പറയുകയാണ്. വളരെ സങ്കടത്തോടു കൂടിയാണ് നമുക്ക് റമദാനിനെ യാത്രയയക്കുവാൻ സാധിക്കുക. ഏതൊരു മനസ്സിനെയും വിഷമിപ്പിക്കുന്ന, സങ്കടത്തിലാക്കുന്ന ഒരു യാത്രയാണ് റമദാൻ നമ്മിൽ നിന്നും പോകുമ്പോൾ നമുക്കെല്ലാവർക്കും ഉണ്ടാകുന്ന അനുഭവം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റമദാൻ നമ്മളുമായി അത്രമാത്രം അടുപ്പമുള്ള ആത്മബന്ധം ചെലുത്തുന്ന ഒരു മാസമാണ്. നമ്മളെ എല്ലാം കൊണ്ടും സജീവമാക്കുന്നു. ആരാധനയിൽ നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ റമദാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു. എല്ലാ ആരാധന കർമ്മങ്ങളെല്ലാം കൃത്യമായി ആ സമയത്ത് നിർവഹിക്കുവാനുള്ള ജാഗ്രതയും കണിശതയും കൃത്യതയും റമദാൻ
നമുക്ക് നൽകുന്നു എന്ന് മാത്രമല്ല, റമദാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് നമ്മളെ സ്വർഗത്തിൻ്റെ ആ പ്രവിശാലമായ ലോകത്തേക്ക്, അതിൻ്റെ ആ പരിമളം വീശിയടിക്കുന്ന തരത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു എന്നുള്ളതാണ് റമദാൻ വിട പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ദുഃഖം എന്ന് പറയുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റുകയില്ല റമദാൻ എന്തെല്ലാമായിരുന്നു റമദാൻ എന്ന് പറയും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ, റമദാനിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇത് വളരെ മിന്നിമറിയുന്നത് പോലെ ഒരു അത്ഭുതമായ ഒരു പ്രതിഭാസമാണ് റമദാൻ മാസം എന്ന് പറയുന്നത്. അതിങ്ങനെ ഒന്ന് കണ്ണു തുറക്കുകയും അടക്കുകയും ചെയ്യുന്നത് വേഗത്തിൽ അതിൽ നമ്മളിൽ നിന്നും പെട്ടെന്ന് വിട പറഞ്ഞു പോകും. നമുക്കറിയാം, കാലത്തിൻ്റെയും സമയത്തിൻ്റെയും പോക്ക് വളരെ സ്പീഡിലാണ്. അത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അന്ത്യനാൾ അടുക്കുമ്പോൾ വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും, മാസങ്ങൾ ദിവസങ്ങളെപ്പോലെയും, ദിവസങ്ങൾ ആഴ്ചകളെപ്പോലെയും, ആഴ്ചകൾ ദിനങ്ങളെപ്പോലെയും, അതേ പിന്നെ അത് സമയം മണിക്കൂറുകളായും, അത് പിന്നീട് തീ കത്തിച്ചാൽ ആ പെട്ടെന്ന് തീ പിടിക്കുന്ന വിധത്തിലൊക്കെ ആയിത്തീരുമെന്നാണ്. അവസാന നാളോടടുക്കുമ്പോൾ ഈ സമയവും ദിനവും ഇങ്ങനെ പാഞ്ഞു പോകുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ആ ഒരു കാര്യം റമദാനിൽ നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. എത്ര സമയം ഉള്ളതെന്നല്ല, ആ സമയം എത്ര കിട്ടിയാലും അതിൽ നമുക്ക് സജീവമാകാൻ കഴിഞ്ഞു, കൂടുതൽ ഉഷാറാകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം എന്ന് പറയും. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ നാം വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്. റമദാൻ പഠിപ്പിച്ചു തന്ന കുറേ ശീലങ്ങളുണ്ടല്ലോ. ജമാഅത്തിന് പങ്കെടുക്കാനുള്ള ആ ഒരു ത്വര, ജമാഅത്തിൽ പങ്കെടുക്കാനുള്ള ആ ഒരു കൃത്യനിഷ്ഠ, അതേപോലെ തന്നെ ജമാഅത്ത് നഷ്ടപ്പെടുന്നതിനുള്ള വ്യാധി, അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ കൃത്യമായി ആ സമയാസമയങ്ങളിൽ എല്ലാം ചെയ്തു വെച്ചുവെങ്കിൽ റമദാനിന് ശേഷവും അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ റമദാൻ വിട പറഞ്ഞു പോകുമ്പോൾ നമുക്കിൽ നിന്നും ഉയർന്നു വരേണ്ടത് അള്ളാഹുവിനോടുള്ള നന്ദിയായിരിക്കണം. നന്ദിയും കടപ്പാടും റബ്ബിനോട് പറഞ്ഞുകൊണ്ട്, ഏറ്റുപറഞ്ഞുകൊണ്ട് അവനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യേണ്ട അവസരങ്ങളാണ് നമുക്ക് കൈവന്നുകൊണ്ടിരിക്കുന്നത്. റമദാനിന് ശേഷം നാം നിർവഹിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട ആ കടമകൾ അള്ളാഹുവിന് ഒന്നാമതായി അള്ളാഹുവിന് നന്ദി പറയുക എന്നുള്ളത്. നമുക്ക് ഈ മാസം നമുക്ക് ലഭിച്ചല്ലോ, റബ്ബ് ഈ ദിനങ്ങൾ നമുക്ക് കൊണ്ടുവന്ന് തന്നല്ലോ. അതിൽ എത്രയെത്ര ആളുകൾ ഇതിനിടയിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിപ്പോയി. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ പള്ളിയിൽ ഒരുമിച്ച് നമസ്കരിച്ചവർ, ഒന്നിച്ച് ഇഫ്താറിൽ പങ്കെടുത്തവർ, അവരൊക്കെ റബ്ബിന്റെ അലംഘനീയമായ തീരുമാനം, വിധിക്ക് അനുസരിച്ചുകൊണ്ട് അവരൊക്കെ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് യാത്ര പോയി. നമുക്ക് വീണ്ടും അള്ളാഹു കുറച്ച് നാളുകൾ കൂടി നീട്ടി നൽകി. എത്ര ഭാഗ്യവാന്മാരാണ് നമ്മളെല്ലാവരും. ആ റമദാനിലെ ഒരു ദിനം നമുക്ക് കിട്ടിയാൽ അത് തന്നെ വലിയ തൗഫീഖാണ്, അള്ളാഹുവിന്റെ വലിയ സഹായമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നത് എന്ന ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ നമ്മൾ ആ റബ്ബിനോട് നന്ദിയും കൂറും കടപ്പാടുമുള്ളവരായിട്ട് നമ്മൾ മാറണം. നോമ്പിനെ സംബന്ധിച്ച് നോമ്പിന്റെ വിധികളൊക്കെ അള്ളാഹു പറഞ്ഞ കൂട്ടത്തിൽ ഒരു ആയത്ത് അള്ളാഹു പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്റ വലിതുക്മിലുൽ ഇദ്ദത വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ.
നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞതാണ്, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോമ്പ് കൊണ്ട് അള്ളാഹു നമ്മളെ പട്ടിണിക്കിട്ട് കഷ്ടപ്പെടുത്താനല്ല അള്ളാഹു ഉദ്ദേശിച്ചത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, അള്ളാഹു നിങ്ങൾക്ക് ഒരു കഷ്ടപ്പാടുമല്ല ഉദ്ദേശിച്ചത്, നിങ്ങൾക്ക് എളുപ്പമാണ് റബ്ബ് ഉദ്ദേശിച്ചത്. ആരെങ്കിലും നോമ്പ് കൊണ്ട് കഷ്ടപ്പെട്ടവരുണ്ടോ? ഇല്ല. കൂടുതൽ ഉന്മേഷവാന്മാരാകാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. സാധാരണ എന്താണ്? ആഹാരമില്ല, വെള്ളമില്ല, എന്നാൽ നമുക്ക് എന്തായിരിക്കും? വളരെ ക്ഷീണമായിരിക്കും, വളരെ പ്രയാസമായിരിക്കും. ഇത് രണ്ടും സമയത്ത് കിട്ടാതെ വന്നാൽ അലസന്മാരും മടിയന്മാരും ഒക്കെ ആയിട്ട് നമ്മൾ മാറും, ക്ഷീണിതന്മാരായിട്ട് മാറും. പക്ഷേ ഒരുവിധ ക്ഷീണവുമില്ലാതെ ഈ പൊരിഞ്ഞ വെയിലത്തും ഈ വേനൽ ഇത്ര കഠിനമായ വേളയിലും നമുക്ക് അതിൻ്റെതായ ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ നമുക്ക് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് അള്ളാഹുവിന്റെ റഹ്മത്തും ചൊരിഞ്ഞുകൊണ്ടിരുന്നു പല സ്ഥലങ്ങളിലും. ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ. റമദാൻ അങ്ങനെയാണ്. നമുക്ക് ആ തുടക്കത്തിൽ കുറച്ചു എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ഒരു വെപ്രാളവും പിന്നെ ഒരു വേവലാതിയും ഒക്കെ നമുക്ക് തോന്നും. പക്ഷേ റമദാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും. പിന്നെ നമ്മൾ പറയുന്നത് തിരിച്ചാണ്. എന്തൊരു ആശ്വാസമായിരുന്നു! ഒരു തളർച്ചയോ ഒരു ക്ഷീണമോ ഒരു പ്രയാസമോ ഒന്നും തന്നെ നമുക്ക് തോന്നിയില്ല എന്ന രീതിയിലേക്ക് നമ്മൾ മാറും. എന്ന് മാത്രമല്ല, വളരെ സന്തോഷത്തോടു കൂടി എത്ര നല്ല ദിനങ്ങളായിരുന്നു, എത്ര നല്ല സുദിനങ്ങളായിരുന്നു, എത്ര നല്ല ആ ഒരു ഉത്സാഹമായിരുന്നു എന്നൊക്കെ റമദാൻ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞ എത്ര സത്യമാണ്. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. എന്നിട്ട് അള്ളാഹു പറയാണ്, വലിതുക്മിലുൽ ഇദ്ദ, നിങ്ങൾ ആ എണ്ണം പൂർത്തീകരിക്കുക. ഏത്? ആ 30 ദിവസത്തിലെ ആ എണ്ണം പൂർത്തീകരിക്കുവാനും, വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും. നമുക്ക് നേർവഴി കാണിച്ചു തന്നു, ഇതിലൂടെ നല്ലൊരു പാത നമുക്ക് വെട്ടിത്തെളിച്ചു തന്നു റബ്ബ്. ഹിദായത്തിന്റെ വെളിച്ചം, ഹിദായത്തിന്റെ സന്മാർഗത്തിന്റെ ഒരു പാത റബ്ബ് നമുക്ക് കാണിച്ചു തന്നു. അതിന് റബ്ബിനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മൾ. അതാണ് നമ്മൾ തക്ബീറിലൂടെ പ്രഖ്യാപിക്കുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തക്ബീർ ഉച്ചത്തിൽ നമ്മൾ വിളിച്ചു പറയുന്നുവെങ്കിൽ അത് ആ റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതാണ്. റബ്ബ് നമുക്ക് തന്ന ആ ഹിദായത്തിന്റെ പേരിൽ വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാനും വേണ്ടി നമ്മൾ നന്ദിയുള്ളവരാവണം. അതുകൊണ്ട് ശുക്റിന്റെയും ഹംദിന്റെയും വാചകങ്ങൾ നാവിലൂടെ പുറത്തു വരണം. ഇനിയുള്ള നാളുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മുടെ അള്ളാഹുവിനെ കൂടുതൽ സ്തുതിക്കുക, അള്ളാഹുവിനെ കൂടുതൽ വാഴ്ത്തുക. അതാണ് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഏത് അനുഗ്രഹത്തിനും ആ റബ്ബിനോട് നന്ദിയുള്ളവരായിട്ട് മാറുക. റബ്ബ് ചെയ്ത തന്ന വലിയ മഹത്തായ വലിയ നിഅമത്താണ് അള്ളാഹു നമുക്ക് ഇതിലൂടെ നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് നാം എപ്പോഴും തക്ബീറും തഹ്മീദും തഹ്ലീലും അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ, നമ്മളൊക്കെ തക്ബീറിലൊക്കെ ഈ പദങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. അതാണ് പെരുന്നാൾ ദിനത്തിൽ കൂടുതൽ തക്ബീർ നമ്മൾ ചൊല്ലുന്നത്. പെരുന്നാൾ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണത്. ഈ തക്ബീറുകൾ ചൊല്ലുക എന്ന് പറയുന്നത് പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്താണ്. എന്തുകൊണ്ടാണ് നമ്മൾ ആ തക്ബീർ നമ്മൾ ഉച്ചത്തിൽ ചൊല്ലുന്നത്? റബ്ബിനുള്ള നന്ദി സൂചകമാണ്, റബ്ബിനെ മഹത്വപ്പെടുത്തുന്നതാണത്. നമുക്ക് ചെയ്തു തന്ന വലിയ ഒരു അനുഗ്രഹം, അതിനെ നമ്മൾ റബ്ബിന് മുമ്പിൽ കൃതജ്ഞത അർപ്പിക്കുകയാണ്, നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഈ ചെയ്തു വെച്ച ആരാധന കർമ്മങ്ങൾ ഒട്ടനവധിയാണ്. എണ്ണിക്കണക്കാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സൽക്കർമ്മങ്ങളാണ് ഈ ഒരു മാസം നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു. എന്തെല്ലാം! ഖുർആൻ പാരായണം, അതേപോലെ തന്നെ രാത്രി നമസ്കാരം, തറാവീഹ് നമസ്കാരം, അതുപോലെ തന്നെ ഖുർആൻ, പിന്നെ മറ്റുള്ള ഉത്ബോധന ക്ലാസ്സുകളിലൊക്കെ സംബന്ധിക്കുക, ഇഫ്താറിൽ സംബന്ധിച്ചു നമ്മൾ. അങ്ങനെ
പലതരത്തിലുള്ള നന്മകളാകുന്ന പല പ്രവർത്തനങ്ങളും നമ്മളിവിടെ നിർവഹിക്കുകയുണ്ടായി. ഈ കർമ്മങ്ങളൊക്കെ നമുക്ക് അള്ളാഹു സ്വീകരിക്കപ്പെടണം. അള്ളാഹു സ്വീകരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അത് ഒരനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ. അള്ളാഹു നമ്മിൽ നിന്നും ഇത് സ്വീകരിക്കപ്പെടേണ്ടതുണ്ട്. അതിന് നമ്മൾ നിരന്തരമായിട്ട് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. റബ്ബന തഖബ്ബൽ മിന്ന, റബ്ബന തഖബ്ബൽ മിന്ന എന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരം പ്രാർത്ഥിക്കണം. ഇത് നമ്മൾ ചെയ്താൽ മാത്രം പോരാ, നിർവഹിച്ചാൽ മാത്രം പോരാ. പക്ഷേ അതിൻ്റെ പിന്നാലെ നാം ഏതൊരു ആരാധനാ കർമ്മം നിർവഹിച്ചുവാലും അതിൻ്റെ പിന്നാലെ നാം റബ്ബിനോട് കൈ ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കണം. റബ്ബേ, ഇത് എന്നിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ, ഇത് എന്നിൽ നിന്നും നീ സ്വീകരിക്കണമേ, ഇതിന് പ്രതിഫലം നൽകണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്, നമ്മളിൽ നിന്നും ഉയർന്നു വരേണ്ടതുണ്ട്. പ്രാർത്ഥന ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരിഗണിക്കുകയില്ല. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആ ആയത്ത്, ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ എൻ്റെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അള്ളാഹു നമ്മളെ പരിഗണിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രാർത്ഥന ഉണ്ടാവണം. കേവലമായ ബാഹ്യമായ കർമ്മങ്ങൾ മാത്രം നിർവഹിച്ച് പോയാൽ പോരാ, മറിച്ച് അത് സ്വീകരിക്കപ്പെടാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവിട്ടുകൊണ്ട് ഇരുന്നു കൊണ്ട് റബ്ബിനോട് കൈ ഉയർത്തി മാറിയിരുന്ന് പ്രാർത്ഥിക്കാൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നാം വിട്ടുപോകാൻ പാടില്ല. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു മാതൃക ആ വിഷയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈതി വ ഇസ്മാഈലു റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അതുപോലെ തന്നെ മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും കഅബയുടെ നിർമ്മാണം പൂർത്തിയാക്കി കഅബക്ക് അസ്ഥിവാരമിട്ടു. അതിന്റെ വാപ്പയും മകനും കൂടി ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം വൈദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്, ആ ബൈത്തിന്റെ ആ വീടിന്റെ അള്ളാഹുവിന്റെ ആ ഭവനത്തിന്റെ പണി പൂർത്തിയായതിനു ശേഷം അവരുടെ പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ. നോക്കുക സഹോദരങ്ങളെ, എത്ര മാത്രം ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനയാണത് നമ്മൾ ഓരോരുത്തരും. കാരണം റബ്ബിന്റെ തീരുമാനപ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം വലിയ ഒരു സൽക്കർമ്മമാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിർവഹിച്ചത്. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, ഇത് എൻ്റെ റബ്ബ് പറഞ്ഞതിൻ്റെ പേരിലാണ്, പറഞ്ഞത് കൊണ്ടാണ് ഞാനിത് നിർവഹിച്ചതെന്നറിയാം. എന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കണം, റബ്ബേ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കണമേ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഏതൊരു കർമ്മവും അത് ചെറുതാവട്ടെ വലുതാവട്ടെ നാം നിർവഹിക്കുന്നുവെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന ഉള്ളിൽ നിന്നും അന്തരാളങ്ങളിൽ നിന്നും റബ്ബിനോടുള്ള ഒരു തേട്ടം ഉണ്ടാവണം. അതിന്റെ പിന്നിൽ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പ്രാർത്ഥിക്കണം. നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, ആ ആളുകൾ, മഹാന്മാരായ ആളുകൾ, അവരൊക്കെയും റമളാനിന് ശേഷം 6 മാസക്കാലം അവർ റബ്ബിനോട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുമായി, റബ്ബന തഖബ്ബൽ മിന്ന എന്നവർ ഇങ്ങനെ റബ്ബിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. നോക്കുക, ഇത് സ്വീകരിക്കണമേ എന്ന് അവർ അതിനുവേണ്ടി. അതുപോലെ തന്നെ റമളാൻ തൊട്ടു മുമ്പുള്ള 6 മാസക്കാലം റമളാനിനെ എത്തിക്കണമേ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്ക് ആ റമളാനിനെ തരണം. റമളാനിന്റെ ശ്രദ്ധ അവരിൽ നിന്നും നീങ്ങിപ്പോകുമായിരുന്നില്ല. എപ്പോഴും ഒരു ശ്രദ്ധ, ഒരു ബന്ധം റമളാനുമായിട്ട് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് റമളാൻ വരുമ്പോഴും റമളാൻ പോകുമ്പോഴും അവരുടെ പ്രാർത്ഥന ആ രീതിയിലായിട്ട് മാറുന്നത്. നോക്കുക സഹോദരങ്ങളെ, നമ്മൾ പെരുന്നാൾ ദിനത്തിൽ ആശംസകൾ പരസ്പരം പങ്കിടും. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താ പ്രാർത്ഥന?
തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും എന്നുള്ള ആ പ്രാർത്ഥന സ്വഹാബിമാർ ചെയ്ത ഒരു പ്രവർത്തനമാണത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബ കിറാമുകൾ അവരൊക്കെ പരസ്പരം കാണുമ്പോൾ കണ്ടുമുട്ടുമ്പോൾ ഈ ഒരു പ്രാർത്ഥന പെരുന്നാൾ ദിനത്തിൽ അവർ പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നതായിട്ട് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു പ്രാർത്ഥന ഉള്ളിൽ നിന്നുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്ന അല്ലെങ്കിൽ തഖബ്ബൽ അല്ലാഹു മിന്ന വമിൻകും എന്നുള്ള ആ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പൊ ഇത് രണ്ടാമത്തെ കാര്യമാണ്. ഇങ്ങനെ പ്രാർത്ഥനകളിലൂടെ തന്നെ വേണം വിശ്വാസി അടുത്ത നാളുകളിലേക്ക് സഞ്ചരിച്ചു പോകാൻ. മറ്റൊന്ന് സഹോദരങ്ങളെ, റമളാൻ പോകുകയാണല്ലോ. റമളാൻ പോയാൽ പിന്നെ എന്താണ് അവസ്ഥ? നമ്മുടെ നിലപാടിൽ മാറ്റം വരുന്നത് കാണുന്നു. ഈ നമ്മൾ റമളാനിൽ കാണിച്ച ആ ജാഗ്രതയും സജീവതയും ചിലരിൽ നിന്നെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മളൊരു പരിശോധന നടത്തേണ്ടതാണ്. പലപ്പോഴും നീണ്ട റമളാനിൽ കാണാം പല പള്ളികളും നിറഞ്ഞു കവിയുകയാണ്. പല പള്ളികളിലും സഫുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സ്ഥലമില്ലാഞ്ഞിട്ട് പുറത്തും പിന്നെ സ്ഥലം ഒരുക്കി നമസ്കരിക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ റമളാൻ അങ്ങോട്ട് മാറിയാൽ, റമളാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആ സഫുകളെ കാണാനില്ല, അപ്രത്യക്ഷമായി. എങ്ങോട്ട് പോയി എന്ന് അറിയുകയില്ല. അതൊരിക്കലും പാടുള്ളതല്ല. എന്താണ് പറ്റിയത്? എന്താണ് സംഭവിക്കുന്നത്? അവിടെയാണ് റമളാൻ കൊണ്ട് നേടേണ്ടത് നമുക്ക് നേടാൻ സാധിച്ചുവോ എന്നുള്ള ഒരു പരിശോധന നമ്മൾ എല്ലാവരും നടത്തേണ്ടത്. റമളാനിലൂടെ നാം നേടേണ്ടത് തഖ്വയാണ്, അള്ളാഹുവിനുള്ള ഭയമാണ്, തഖ്വയാണ്. അപ്പോൾ ഒരു ജാഗ്രത ഉണ്ടാവണം. റമളാൻ എന്ന് പറഞ്ഞത് എങ്ങനെ റബ്ബിനെ ഇബാദത്ത് ചെയ്യാം, എങ്ങനെ ഇബാദത്തിന്റെ വിഷയത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുമെന്നുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥത്തിൽ റമളാൻ നമുക്ക് നൽകുന്നത്, ഓരോരുത്തർക്കും നൽകുന്നത്. നമ്മൾ നോക്കിക്കേ, റമളാനിൽ ജമാഅത്തിൽ പങ്കെടുക്കാൻ നമ്മൾ യാന്ത്രികമായിട്ട് തന്നെ വരികയാണ്, അങ്ങനെ പുറപ്പെട്ടു വരികയാണ്, വീട്ടിൽ നിന്നും ഇറങ്ങി വരികയാണ്. സുബഹി ജമാഅത്ത് ഉൾപ്പെടെ നമ്മളൊക്കെ ആ കാര്യത്തിലൊക്കെ ശ്രദ്ധിക്കുന്നു. അത് റമളാനിലുള്ള പരിശീലനമാണ്. ആ പരിശീലനം പൂർത്തിയാക്കിയ ആളുകൾ പിന്നീട് ആ പരിശീലനം പ്രാക്ടിക്കലിലേക്ക് കടക്കുമ്പോൾ അത് നമ്മൾ കാണിക്കണം. ആ നേടിയ അറിവുകൾ, റമളാനിലൂടെ നാം നേടിയെടുത്ത ആ അറിവുകൾ, ആ കഴിവുകൾ, അത് നമുക്ക് അടുത്ത മാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. നമ്മളിൽ നിന്ന് അത് ഉണ്ടാവണം. ഇല്ലെങ്കിലോ റമളാനിൽ വന്നിട്ട് നമ്മൾ ഒരു മാറ്റവും വരുത്തിയില്ല, ഒന്നും നേടിയില്ല എന്ന് പറയേണ്ടി വരും. സഹോദരങ്ങളെ, എത്രമാത്രം പ്രയാസമുള്ള കാര്യമാണത്. റമളാൻ വന്നിട്ട് ഒന്നും നേടാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണല്ലോ റമളാൻ വന്നിട്ട് ആ റമളാനിൽ പുണ്യം നേടിയെടുക്കാൻ കഴിയാതെ പോയവർ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ഇനിയുള്ള നാളുകളിൽ ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഏറ്റവും പ്രയാസം നമുക്ക് സുബഹി നമസ്കരിക്കുന്ന കാര്യത്തിലായിരിക്കും. പക്ഷേ എല്ലാവർക്കും എളുപ്പം നിർവഹിക്കാൻ കഴിയുന്നത് സുബഹി നമസ്കാരമാണ്. എന്തുകൊണ്ടാണ്? പകലത്തെ ജോലി തിരക്കുകളില്ല, ഒന്നുമില്ല, വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്താണ്, കുറെ നേരത്തെ എഴുന്നേൽക്കുന്നു. കുറെ നേരത്തെ 3 മണിക്കും 4 മണിക്കും എഴുന്നേൽക്കുന്ന നമുക്ക് ആ സുബഹി ജമാഅത്തിന് ഒരു 15 മിനിറ്റോ 10 മിനിറ്റോ എഴുന്നേറ്റുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ എന്ത് പ്രയാസമാണുള്ളത്. അപ്പൊ ഏറ്റവും എളുപ്പം നിർവഹിക്കാൻ കഴിയുന്ന നമസ്കാരം ഉണ്ട് എങ്കിൽ അത് സുബഹി നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ സുബഹി നമസ്കാരത്തിനാണ് ആളുകൾ
പലപ്പോഴും ഇല്ലാതെ പോകുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊരു സീസൺ അല്ല, റമദാൻ കാലത്തേക്ക് മാത്രമുള്ള ഒരു പ്രവർത്തനമല്ല. റമദാൻ പോയാലും പള്ളികളിൽ ബാങ്കൊലി മുഴങ്ങും, സമയാസമയങ്ങളിൽ ബാങ്ക് വിളിക്കും. എന്തിനാണ്? ഹയ്യാല സ്വലാത്ത്, ഹയ്യാലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ എന്നുള്ള വിളി എപ്പോഴും മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അതിനൊക്കെ നമ്മൾക്ക് ഉത്തരം നൽകാൻ കഴിയണം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ വെറും റമദാനികളായിട്ട് മാത്രം മാറരുത്, മറിച്ച് റബ്ബാനികളായിട്ട് മാറണം. കുൻ അബുദൻ റബ്ബാനിയൻ വലാ തകുൻ അബുദൻ റമദാനിയൻ എന്ന് പല പണ്ഡിതന്മാരും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും റമദാനികളായിട്ട് മാറരുത്, മറിച്ച് നിങ്ങൾ റബ്ബിന്റെ ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞതുപോലെ വഅബ്ദു റബ്ബക്, നീ നിന്റെ റബ്ബിനെ ആരാധിക്കുക. ഹത്താ യഅതിയകൽ യഖീൻ, നിന്റെ മരണം വന്നെത്തുന്നത് വരെ. എപ്പോഴാണോ മരണം നിനക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ സമയം വരെയും നീ റബ്ബിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്നാണ് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നിർത്തിക്കളയാതെ, അതൊരു അവസാനം കുറിക്കാതെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം. റമദാനിലെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും നമ്മൾ കാണിച്ച ആ ജാഗ്രതയും കണിശതയും കൃത്യതയും എല്ലാം നമുക്കത് മുന്നോട്ടുള്ള നാളുകളിൽ വരുംകാല ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ ഈ റമദാനിൻ കൊണ്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം ഏതാണെന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അഹബ്ബുൽ അമലി ഇലല്ലാഹി അദ്വമഹു വഇൻ ഖല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമായ പ്രവർത്തനം അദ്വമഹു, അത് പതിവായി ചെയ്യുന്നതാണ്, ദായിമയായിട്ട് ചെയ്യുന്ന, പതിവായി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അല്ലാഹുവിന് ഇഷ്ടം. വഇൻ ഖല്ല, അത് ചെറുതാണെങ്കിലും ശരി, ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ അത് പതിവായി ചെയ്യുകയാണെങ്കിൽ അതാണ് അല്ലാഹുവിന് ഏറെ ഇഷ്ടം എന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹുവിന്റെ സമക്ഷത്തിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ പരിശോധിക്കപ്പെടുമ്പോൾ, അവിടെ ആ മാർക്ക് ലിസ്റ്റ് തരുമ്പോൾ പരാജിതരുടെ കൂട്ടത്തിൽ പെടാൻ ഒരിക്കലും ഇടവരാൻ പാടില്ല. അതുകൊണ്ട് റമദാനിന്റെ റിസൾട്ട് വരുന്നത് ശേഷമുള്ള മാസമാണ്. റമദാനിൽ നമ്മൾ ഒരു പരിശീലനത്തിലായിരുന്നു, ഒരു പരീക്ഷയിലായിരുന്നു നമ്മൾ ഓരോരുത്തരും. അതിന്റെ റിസൾട്ട് വരുന്നത് റമദാനിന് ശേഷമുള്ള ജീവിതത്തിലാണ്. ആ റിസൾട്ട് നമ്മൾ ജയിച്ചോ തോറ്റുപോയോ എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ സാധിക്കും. എങ്ങനെയാണ്? റമദാനിന് ശേഷമുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് മുന്നിൽ വെച്ച് പരിശോധിച്ചാൽ മതി. നമുക്ക് റമദാനിൽ വിജയികളാണോ പരാജിതരായിപ്പോയോ എന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട യഥാർത്ഥ മുഹ്സിനീങ്ങളിൽ, നന്മയുള്ള ആളുകളിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇനി നാം പോകുന്നത് പെരുന്നാൾ ദിവസത്തിലേക്കാണ്. നോമ്പ് ഇനിയും പ്രധാനപ്പെട്ട ദിവസം ബാക്കിയുണ്ട്. ലൈലത്തുൽ ഖദറിൻ്റെ ഒരു രാവ് കൂടി
നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നുണ്ട്. അതൊന്നും വിട്ടുപോകാതെയാണ് പറയുന്നത്. കാരണം ഇനി അടുത്ത വെള്ളിയാഴ്ച എന്ന് പറയുന്ന വെള്ളിയാഴ്ച ഇത് പറയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പെരുന്നാൾ ദിനത്തിൽ നാം പാലിക്കേണ്ട കുറേ സുന്നത്തുകൾ ഉണ്ട്. പ്രവാചകൻ പഠിപ്പിച്ചു തന്ന പ്രവാചകന്റെ സുന്നത്തുകൾ, ആ സുന്നത്തുകൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് പ്രത്യേകമായ പ്രതിഫലമാണ്. അതിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നാം ഫിത്ർ സക്കാത്തിന്റെ കാര്യം എല്ലാവരെയും ഓർമ്മപ്പെടുത്തി. എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ആ ഫിത്ർ സക്കാത്ത് അത് കൊടുത്തു വീടപ്പെടേണ്ടത് അത് നമസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പേ തന്നെ അത് കൊടുത്തു വിടണമെന്നാണ്. നമ്മൾ മുസല്ലയിലേക്ക് പോകുമല്ലോ, ഈദ് മുസല്ലയിലേക്ക് പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ പള്ളിയിൽ പെരുന്നാൾ നമസ്കരിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം മൈതാനത്തായിരുന്നു. ആ പള്ളിയിൽ നമസ്കരിച്ചു എന്ന് പറയുന്ന ഹദീസ് ലൈഫായിട്ടാണ് എണ്ണി പറഞ്ഞത്. അതുപോലും ലൈഫായിട്ടാണ് പറയുന്നത്. അപ്പോൾ പെരുന്നാൾ നമസ്കാരം മുസല്ലയിൽ വെച്ചാണ് പ്രവാചകൻ എന്ത് ചെയ്തിരുന്നത്? നമസ്കരിച്ചിരുന്നത്. അതിന് പല കാരണങ്ങളുമുണ്ട്. പിന്നെ അതുപോലെ സ്ത്രീകളായ ആർത്തവകാരികളായ നമ്മുടെ സഹോദരിമാർക്കും ആ പെരുന്നാളിൽ പങ്കെടുക്കാനും അതിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കുവാനുമൊക്കെ പള്ളിയിലാകുമ്പോൾ അവർക്കൊരു തടസ്സമാണല്ലോ. അതൊരു മൈതാനത്താകുമ്പോൾ അവർക്ക് അവിടെ വന്ന് നിൽക്കാനും അതിൽ പങ്കുചേരാനും ഒക്കെ സാധിക്കും. എന്നാൽ നമസ്കാര സമയമാകുമ്പോൾ അവർ മാറി നിൽക്കണം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ സ്ത്രീകളെ, നമ്മുടെ ഉമ്മമാരെയും നമ്മുടെ ഭാര്യമാരെയും അതേപോലെ തന്നെ നമ്മുടെ പെൺമക്കളെയും എല്ലാം കൂട്ടിക്കൊണ്ട് നമ്മുടെ ഈ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ ദിവസം 7:30 ഇവിടെ ഈ പള്ളിയുടെ വെളിയിൽ ഉള്ള സൗകര്യമാണ് ഒരുക്കുന്നത് ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ആ കാര്യം നിങ്ങളെ എല്ലാവരെയും ഉണർത്തുകയാണ്. അവരെ കൂടി പങ്കെടുപ്പിക്കണം. വീട്ടിൽ നിർത്തിക്കളയരുത്. നമ്മളൊന്ന് ശ്രമിച്ചാൽ, നമ്മളൊന്ന് അവരോട് ഉപദേശിച്ചാൽ, അവർ വാ, നീയും വാ, നിങ്ങൾക്ക് മാറി അവിടെ നിൽക്കൂ, അല്ലെ നിസ്കരിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ അവർക്കൊരു പ്രചോദനമാകും. അവർക്കും ഇതിന് ആ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാര ശേഷം പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി അവരുടെ അടുക്കൽ സദഖകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ആയിട്ടൊക്കെ ഹദീസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ആ സ്ത്രീകളൊക്കെ പങ്കെടുക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീ പള്ളിയിൽ പോകൽ ഹറാം എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ്. എന്നാൽ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് ഒരു ഹറാമും അവർ കാണുന്നുമില്ല. ഉറൂസിന് പോകാം, ഉത്സവത്തിന് പോകാം, ചെണ്ടകൊട്ട് മേളത്തിന് പോകാം, എല്ലാത്തിനും പോകാം. അതിനൊന്നും ഒരു തടസ്സവുമില്ല. അള്ളാഹിനെ ആരാധിക്കാൻ അള്ളാഹിന്റെ പള്ളിയിൽ അവർക്കായിട്ട് പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ള പള്ളിയിൽ അവർ അള്ളാഹുവിന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ ഹറാമാണ് എന്നാ പറയുന്നത്. അപ്പോൾ സഹോദരങ്ങൾ, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. അവർ വന്നാൽ അവർക്ക് പിന്നെ തടസ്സമില്ല. ഇസ്ലാം അവരെ തടഞ്ഞിട്ടില്ല. എല്ലാ കാര്യത്തിലും അവർക്ക് ആണിനെ പോലെ തന്നെ പെണ്ണിനും പുണ്യം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എത്ര ഫർദ് നമസ്കാരത്തിന് എത്ര കൂലിയാണോ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്, അതേ കൂലി തന്നെയാണ് അവർക്കും. അവർ ഫർദ് നമസ്കാരത്തിൽ പള്ളിയിൽ പങ്കെടുത്താൽ, ജമാഅത്തിൽ പങ്കെടുത്താൽ അവർക്ക് ലഭിക്കുക എന്നതാണ് ഇസ്ലാമിന്റെ പാഠം എന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഇതിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, മുസല്ലയിലേക്ക് മുസല്ല എന്ന് പറഞ്ഞാൽ നിസ്കാര സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് മുമ്പേ നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഫിത്ർ സക്കാത്ത് അതിനുശേഷമാണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്തായിട്ട് കൂട്ടുകയില്ല. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സദഖത്തുൻ മിൻ സദഖാത്ത്. അതിനുശേഷമാണ്, നമസ്കാര ശേഷമാണ് ആരെങ്കിലും ഫിത്ർ സക്കാത്ത് നൽകുന്നതെങ്കിൽ അത് സദഖയിൽ നിന്നുള്ള ദാനധർമ്മങ്ങളിൽപ്പെട്ട ഒരു ദാനധർമ്മമായിട്ട് മാത്രമേ അത് സ്വീകരിക്കുകയുള്ളൂ എന്നാണ്. അതുകൊണ്ട് ഫിത്ർ സക്കാത്തിന്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ഈദുൽ ഫിത്ർ ഇല്ലേ, അതായത് ചെറിയ പെരുന്നാളിന് നമ്മൾ പുറപ്പെടുമ്പോൾ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ചെറുതായിട്ട് ലഘുവായിട്ട് എന്തെങ്കിലും ഭക്ഷിച്ചിട്ട് വീട്ടിൽ പുറപ്പെടുക എന്നുള്ളത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അം വയൗമൻ നഹരി ലാ യഅകുലു ഹത്താ യർജിഅ ഫയഅകുലു മിൻ നസീകതിഹി എന്നാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുമായിരുന്നില്ല ഈദുൽ ഫിത്റിന്റെ നാളിൽ ദിവസത്തിൽ ഹത്താ യത്അം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് വരെ. ഭക്ഷണം കഴിച്ചിട്ടല്ലാതെ നബി വീട്ടിൽ നിന്നും പോകുമായിരുന്നില്ല. എന്നാൽ വയൗമൻ നഹരി വലിപ്പെരുന്നാളിന്റെ നാളിൽ വലിപ്പെരുന്നാൾ ദിവസത്തിൽ ലാ യഅകുലു ഭക്ഷിക്കുമായിരുന്നില്ല ഹത്താ യർജിഅ മടങ്ങി വരുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു ഫയഅകുൽ മിൻ നസീകതി, എന്നിട്ടോ ആ കഴിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബലിമൃഗത്തിന്റെ മാംസം ഭക്ഷിക്കുമായിരുന്നു എന്നാണ്. എന്നാ പറഞ്ഞാൽ ഉടനെ അറുത്ത് കറി വെച്ച് പ്രവാചകൻ അത് കഴിക്കുമായിരുന്നു എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ ആ ഒരു സുന്നത്ത് ഒരു പേരിന് മതി, എല്ലാം കൂടെ പിന്നത്തേക്ക് ആക്കാം, നമസ്കാരം കഴിഞ്ഞ് ആയിക്കോട്ടെ. എന്നാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവർത്തിച്ച ആ പ്രവർത്തനമുണ്ടല്ലോ, ആ ഒരു പ്രവർത്തനം, ആ ഒരു കൂലി, ആ ഒരു സുന്നത്തിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുകയും വരികയും ചെയ്തത് വേറെ വേറെ വഴിയിലൂടെയായിരുന്നു. വഴിയില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അത് ഒരു റസൂലിന്റെ ഒരു ചര്യയായിരുന്നു. പോകുന്നത് ഒരു വഴിയിലൂടെ, തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് മറ്റൊരു വഴിയിലൂടെ. നമുക്കുമൊക്കെ ഇന്ന് ധാരാളം വഴികളുണ്ടല്ലോ. ഇനി വഴികളില്ലാത്തവരെ ഇടങ്ങേറാവേണ്ട, പ്രയാസപ്പെടേണ്ടതില്ല. പിന്നെ അത് സാധിക്കുന്നവർക്ക് അങ്ങനെ അതിനെല്ലാം സാധിക്കുമെങ്കിൽ ഈ ഒരു സുന്നത്ത് കൂടി നമ്മൾ പ്രാവർത്തികമാക്കുക. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖ്റുജു ഇലൽ ഈദൈനി, രണ്ട് പെരുന്നാളിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെടുമായിരുന്നു. മിൻ ത്വരീഖിൻ, ഒരു വഴിയിലൂടെ, വയർജിഉ മിൻ ത്വരീഖിൻ ഉഖ്റ, മറ്റൊരു വഴിയിലൂടെ വരികയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ മുസല്ലയിൽ വന്നാൽ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു സുന്നത്ത് നിസ്കാരമില്ല. മുസല്ലയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യില്ല, പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരമില്ല. പെരുന്നാൾ നമസ്കാരം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ മറക്കേണ്ടതില്ല. അപ്പൊ ഇങ്ങനെ കുറെ സുന്നത്തുകളുണ്ട്. പിന്നെ കുളിക്കുക, പിന്നെ നല്ല വസ്ത്രം, പുതുവസ്ത്രം ധരിക്കുക, അണിയുക, സുഗന്ധം പൂശുക, ഇതൊക്കെ പ്രത്യേകം പിന്നെ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽപ്പെട്ടതാണ്. അങ്ങനെ ആ സുന്നത്തുകളൊക്കെ അനുധാവനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നമസ്കരിച്ച നമസ്കാരവും നമ്മൾ എടുത്ത നോമ്പും എല്ലാം അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ആ ഈദ്ഗാഹിന്റെ കാര്യം ഒന്നുകൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് 7:30 നമസ്കാരം ഈ പള്ളിയുടെ ഗ്രൗണ്ടിൽ വെച്ചാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ എത്തിച്ചേരണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുപോലെ തന്നെ ഈ പള്ളിക്ക് വേണ്ടി ഇന്ന് ഇൻഷാ അല്ലാഹ് ഈ പള്ളിക്ക് വേണ്ടിയുള്ള കളക്ഷനാണ് നമ്മൾ പിന്നെ ഇവിടെ നടത്തുന്നത്. ഈ പള്ളിക്ക് ഒരുപാട് ബാധ്യതകളും ഒക്കെ ഉണ്ട്. റമദാൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ നടത്തി കടബാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ അതുമായിട്ട് പിന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കളക്ഷൻ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആ ഒരു പ്രവർത്തനത്തിന് വേണ്ടി, ഈ പള്ളിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം, നൽകണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, മാതാപിതാക്കൾക്ക് എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഫലസ്തീനിൽ പ്രയാസം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുട്ടികൾ, നമ്മുടെ ഉമ്മമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു ശാശ്വതമായ ഒരു ആശ്വാസം നൽകുമാറാവട്ടെ. അവർക്ക് ഒരു സ്വന്തമായ ഒരു രാജ്യം അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ. അവരുടെ ശത്രുക്കളായ രാജ്യങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരെ ഫലസ്തീനികളായ നമ്മുടെ സഹോദരങ്ങൾക്ക് ആത്യന്തികമായ വിജയം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ പരിക്കേറ്റ രോഗം വന്ന് അതേപോലെ തന്നെ
ഈ ബോംബ് ആക്രമണത്തിലും ഒക്കെ പരിക്കേറ്റ ഒരുപാട് ആളുകളുണ്ട്. വളരെ ഗുരുതരമായ അപകടം ബാധിച്ചവരൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു അവരെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അവരുടെ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അവരെ നീക്കിക്കൊടുക്കുമാറാവട്ടെ. ശാശ്വതമായ ഒരു പരിഹാരം അള്ളാഹു അവർക്ക് നൽകി, അവർക്ക് സ്വന്തമായ ഒരു ഭൂമി, ഒരു രാജ്യം അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിൽ ഹാജാത്ത്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا تقبل منا. اللهم ربنا تقبل منا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله.